പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ അനന്തകാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിഞ്ഞിട്ടും ജീവനിൽ നിന്ന് മാറി നിൽക്കുന്നവരെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ജീവൻ നൽകുവാൻ, അത് സമർത്ഥമായി നൽകുവാൻ ഞങ്ങളിലേക്ക് കടന്നു വന്ന അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും അനുഭവിച്ചറിഞ്ഞിട്ടും സതിച്ചേറി ചോദിച്ചൊരു ചോദ്യമുണ്ട്. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യം. ഒരു സ്ത്രീ 7 ഭർത്താക്കന്മാർ മരണമടഞ്ഞു. ആ സ്ത്രീ മരിച്ചു. ഇനി അവൾ ആരുടെ ഭാര്യയായിരിക്കും സ്വർഗത്തിൽ? ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണെന്നും മരിച്ചവരുടെ അല്ല എന്നും ജീവനുള്ളവരോട് കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്ന ആരും വിവാഹം കഴിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്നും ഓർമ്മിപ്പിക്കും. ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും അബ്രഹാത്തിൻ്റെയും ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ആ ദൈവമാണ് നിങ്ങളുടെ ദൈവമെന്ന് തിരിച്ചറിയണമെന്ന്. അല്ലാതെ ഈ ലോകത്തിലെ പോലെ വിവാഹം കഴിച്ചും കഴിപ്പിച്ചു കൊടുത്തും ഒക്കെ ജീവിക്കാനുള്ളവരല്ല എന്ന് നിത്യസ്തുതി പാടി ദൈവസന്നിധിയിലായിരിക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളതെന്നും നമ്മെ ഓർമ്മിക്കും. പ്രിയമുള്ളവരെ, ഈ ദിനം നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ദിവസത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തുള്ള പഠനങ്ങളെ കാത്തോളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.